പരണിയം ഗവൺമെൻറ് ഹൈസ്കൂള് ഇന്ന് 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ തിരക്കിലാണ്. അധ്യാപകരും PT അംഗങ്ങളും രക്ഷിതാക്കളും പുതിയതും പഴയതുമായ ഒട്ടനവധി കുഞ്ഞുങ്ങളുമൊക്കെ ചേർന്ന് ഇന്ന് വളരെയധികം ഉത്സാഹത്തോടെ പ്രവേശനോത്സവം ആഘോഷിക്കുന്ന തിരക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഞാനിന്ന് ഈ ഉത്സവ വേളയിൽ നിൽക്കുന്നത്. കാരണം SSLC, VHSC തുടങ്ങിയ മത്സര പരീക്ഷകളിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഉയർന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി 16ാമത് വർഷവും SSLCക്ക് 100% വിജയം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. അതുപോലെ തന്നെ VHSCക്കും 56% റിസൾട്ട് നേടുകയുണ്ടായി. കൂടാതെ പാഠ്യേതര രംഗങ്ങളിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മികച്ച സ്ഥാനം കൈവരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. SSLCക്ക് തുടർച്ചയായി 16ാമത് വർഷവും 100% വിജയം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനിക്കത്തക്ക ഒരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ VHSCക്കും 56% റിസൾട്ട് നേടാൻ സാധിച്ചു. അതിലുപരി വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഗ്രേഡോട് കൂടിയാണ് അവർ പാസ്സായിട്ടുള്ളത്. തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ മികച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. നവാഗതരെ സംബന്ധിച്ച് ഇന്നൊരു ആഹ്ലാദത്തിന്റെ ദിനം കൂടിയാണ്. അതിന്റെ ലോകത്തേക്ക് കൈപിടിച്ചിടാൻ പറ്റിയ എല്ലാ നവാഗതർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിനായി നമുക്കൊരുങ്ങാം.
വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ആകാതെ തന്നെയാണ് നമ്മൾ അക്ഷരദീപം കൊളുത്താൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ക്രമീകരണം ചെയ്തു തന്ന ഇവിടുത്തെ അധ്യാപകർക്കും PTA കമ്മിറ്റി അംഗങ്ങൾക്കുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ -2 അതായത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് പ്രവേശനോത്സവത്തിലൂടെ പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാൻ എത്തിയിരിക്കുന്നത്. കുറച്ച് പുതിയ കുട്ടികളുണ്ടായെങ്കിലും മറ്റു പലരും വേനൽ അവധി കഴിഞ്ഞ് കുട്ടികളെ കാണാനുള്ള, കൂട്ടുകാരെ കാണാനുള്ള സന്തോഷം. അതെല്ലാവരും നല്ല മിടുക്കരും കഴിവൊക്കെ ഉള്ളവരാണ്. പലതരത്തിലുള്ള കഴിവ് ഓരോരുത്തർക്കും ഉണ്ട്. പടം വരയ്ക്കുന്നതിനായാലും കളിക്കുന്നതിനായാലും ഒക്കെയുള്ള കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ആ വിദ്യാലയം അതിന് നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങളുടെ അധ്യാപകരുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ പരമാവധി മെച്ചപ്പെടുത്തി നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ വർഷം ആകട്ടെ ഈ വരാൻ പോകുന്നതെന്ന് ആശംസിക്കുകയാണ്. തുടക്കമുത്സവം, പഠിപ്പൊരുത്സവം, അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. പോരു പോരു ആകാശതീരമേറി പറന്നിടാൻ കൂട്ടരേ. ചേരു ചേരു പാഠങ്ങളായി പകർന്ന് ചിറകു വീശിടാമൊന്നുപോൽ. തെളിയുകമിഴി പൊഴിയുകമൊഴി നേരറിഞ്ഞു നേരെ നീങ്ങിടാം. തുടക്കമുത്സവം, പഠിപ്പൊരുത്സവം, അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം സുന്ദരം. പാഠഭാഗം മനഃപാഠമാക്കാൻ പാടുപെട്ടിടേണ്ട. തൊട്ടറിഞ്ഞേ കഥ കണ്ടറിഞ്ഞേ നേടിടാം കാര്യമേതും. കളികളിൽ മുഴുകി പലരസമൊഴിയൊഴുകി പേടി വേണ്ട പാട്ടുപാടി നാം പഠിച്ചിടും. അരുമകൾക്ക് കരുതലേകും അറിവിടങ്ങളാൽ. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയുമീശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവായിക്കുമീ പദങ്ങൾ നിരന്തരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ സജു, ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേരുന്ന അഡ്വക്കേറ്റ് ശ്രീ CK വത്സലകുമാർ സാർ, ബാലാവകാശ കമ്മീഷൻ അംഗമായി നിയമിതനായ നമ്മുടെ മുൻ അധ്യാപകൻ കൂടിയായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഡോക്ടർ F. വിൻസൻ സാർ, അക്ഷരദീപം തെളിയിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ബ്രിജി ടീച്ചർ, ആശംസകൾ അർപ്പിക്കാൻ നിയമിക്കപ്പെട്ട പുവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോറൻസ് സാർ, തിരുവറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീന എസ്റ്റർ, പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനീഷ സന്തോഷ്, YMCA
വാർഡ് മെമ്പർ ശ്രീമതി ജയകുമാരി മാഡം, YMCA പ്രതിനിധി വിനോദ് ഡാനിയൽ സർ, സബ് സെക്രട്ടറി ശ്രീ അജയകുമാർ സർ, നന്ദി അർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ശ്രീമതി റീന സത്യൻ ടീച്ചർ. നമ്മൾ ഇന്ന് 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിനാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെയേറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ ഒക്കെ വളരെ ഉയർന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് ജഗദീശ്വരൻ സാറിനെ ഇനിയും വളരെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നു. ഇവിടെ ഏതൊരു പ്രവർത്തനം സാറിനെ ഏൽപ്പിച്ചാലും എന്തൊക്കെ റിസ്കുകൾ ഉണ്ടെങ്കിലും ശരി, സാർ മുന്നോട്ട് വെച്ചാൽ പിന്നെ പിന്നോട്ടില്ല. അതായത് അതിൻ്റെ അങ്ങേ അറ്റം കണ്ടിട്ടേ മാറുന്നു. ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ കുറിച്ച് സാറിനെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല. സാറ് തന്നെ മറ്റ് അധ്യാപകരുമായിട്ട് ചേർന്ന് അതിനെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. അത്രയ്ക്ക് സജീവമായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമേ സ്കൂളിൽ അതൊരു തീരാ നഷ്ടമെന്ന്. സാറിനെ ഈ അവസരത്തിൽ ഞാൻ വളരെ ആദരപൂർവ്വം ഈ പ്രവേശനോത്സവ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് ഇവിടുത്തെ മുൻ ഹെഡ്മിസ്ട്രസ്സായ ശ്രീമതി ബിജി ടീച്ചറിനെയാണ്. ടീച്ചർ എനിക്ക് മുൻപ്, അതായത് ടീച്ചർ പ്രൊമോഷനായി പോയ തസ്തികയിലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത്. കഴിഞ്ഞ അതായത് 2023 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ എത്തുമായിട്ട് എത്തുന്നത്. അതിനു മുൻപ് നിങ്ങളുടെയൊക്കെ സാരഥിയായി പരണി സ്കൂളിനെ നയിച്ചുകൊണ്ടിരുന്ന ബിജി ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചറിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ അക്ഷരദീപൻ ചടങ്ങ് ആദ്യമേ തന്നെ നടത്തി ടീച്ചറിനെ യാത്രയാക്കിയത്. ഇനി എനിക്ക് ആശംസകൾ അർപ്പിക്കാനുള്ളത് തിരുപുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീന എസ്. പഞ്ചായത്ത് തല പ്രവേശനോത്സവ ചടങ്ങ് മറ്റു സ്കൂളിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ആളുകളുടെ അഭാവം ഇവിടെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും മാഡത്തെയും ഞാൻ ഈ വേദിക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങൾ പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിവിടെ കാണുന്നത്. അപ്പോൾ അതിന് ടീച്ചറോട് വളരെ അർപ്പിക്കുന്നുണ്ട്. ഇനി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശ്രീ വത്സകുമാർ സാർ, ജില്ലാ അഡ്മിഷൻ മെമ്പർ, അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അടുത്ത ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിന്റെ അധ്യക്ഷത നിർവഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ PTA പ്രസിഡന്റിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആരാധനയായ ജില്ലാ മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ വത്സകുമാർ സാർ, വിശിഷ്ടാതിഥിയായി എത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗമായ ഡോക്ടർ വിൽസൺ സാർ, അക്ഷരദീപം തെളിയിപ്പിക്കാൻ എത്തിയ മുൻ HM ബിജി ടീച്ചർ, ആശംസകളുമായി എത്തുമെന്നറിയിച്ച പൂവാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ലോറൻസ്, തിരുമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീന എസ് ദാസ്, പാറശാല ബ്ലോക്ക് മെമ്പർ ശ്രീമതി അനീഷ സന്തോഷ്, വാർഡ് മെമ്പർ ദേവകുമാരി, YMCയുടെ പ്രതിനിധിയായി എത്തിച്ചേർന്ന വിനോദ് ഡാനിയൽ സാർ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനികൾ, ഒറ്റ സന്ദേശം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പരിശ്രമിക്കുക. ലക്ഷ്യബോധമുള്ള കുട്ടികളായി സമൂഹത്തിൻ്റെ ഉന്നത പദവികളിൽ എത്തിച്ചേരണമെന്നും പരളി സ്കൂളിൻ്റെ പേര് നിലനിർത്തി പോകണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ PTA കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ CK വത്സകുമാർ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
ായി മനസ്സരിച്ച് പഠിച്ച് പുതിയൊരു തലമുറ ഈ സ്കൂളിൽ നിന്നും ഉണ്ടാകട്ടെ. IAS, IPS, അതുപോലെ ജില്ലാ കളക്ടറും ഡോക്ടറും എഞ്ചിനീയർമാരും ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാകണം. അതിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ പറണിയം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ 2024 പ്രവേശനോത്സവം നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ഒപ്പം ഒരു സ്നേഹോപഹാരം നൽകാനായി സിഗമലസമ്മ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ സജു, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഇവിടുന്ന് പോകുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വത്സലത, ബഹുമാനപ്പെട്ട സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ, ജനപ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീമതി ഷീനാഥ, ശ്രീമതി അനീഷ, ശ്രീമതി ജയകുമാരി, YMCയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ വിനോദ് നായർ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, അനധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം ആരംഭിക്കുമ്പോൾ നല്ല തുടക്കത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്കൂളിൽ പുതുതായിട്ട് ഏതാണ്ട് കുറേ കുട്ടികൾ ഈ വർഷം അഡ്മിഷൻ എടുത്തു. വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 16 വർഷമായി SSLCക്ക് തുടർച്ചയായി 100% വിജയം കരസ്ഥമാക്കുന്ന ഏക സ്കൂള് അത് പഴയ സ്കൂളെന്നല്ലാതെ മറ്റൊരു സ്കൂൾ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, 16 വർഷം ഒരു കുട്ടി പോലും തോറ്റിട്ടില്ല. ചരിത്ര സംഭവമായി മാറുകയാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത അത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ അധികം കുട്ടികൾ പഠിക്കാത്ത എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികളൊന്നുമില്ല. വരുന്ന കുട്ടികൾ എല്ലാവരും നന്നായി പഠിച്ച് വിജയം നേടി പുറത്തു പോകുന്നു. പുതുതായിട്ട് കടന്നു വന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എന്തുകൊണ്ടും ഈ സ്കൂള് അത് നിങ്ങളെ ഈ സ്കൂളിനെ ചൂസ് ചെയ്തുവെങ്കിൽ, സെലക്ട് ചെയ്തുവെങ്കിൽ അത് നിങ്ങളൊക്കെ ഏറ്റവും അത് അനുഗ്രഹപ്രദമാകും എന്നതിൽ നമുക്ക് തർക്കമില്ല. ഈ സ്കൂളിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ സ്കൂളും ചെറിയ സ്കൂളും വിഷയങ്ങൾ വലിയ സ്കൂളിലുള്ളതുപോലെ ചെറിയ സ്കൂളിലും ഉണ്ടാകും. എന്നാൽ ചെറിയ സ്കൂളുകളിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുവാനും അതിനെ പരിഹരിക്കുവാനും കഴിയുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീനായെ ക്ഷണിക്കുകയാണ്. VHSC DBDO വിഭാഗത്തിൽ 91% വിജയം നേടിയ കൊച്ചുമടിക്ക് ആദ്ര. ക്ഷേമ ബോർഡ് നടത്തിയ ശാസ്ത്ര ക്വിസ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 1ാം സ്ഥാനം നേടിയ 2 മിടുക്കരാണ് ആർഷ, നിഖിൽ. സ്നേഹവും ബഹുമാനവുമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ സജു, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ മുന്നിൽ നിന്നും കടന്നുപോയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് CK വത്സലകുമാർ സാർ,
ആദരവ് ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗമായ നിയമിതനായ ഡോക്ടർ വിൽസൺ സാർ, അക്ഷരദീപം തെളിയിച്ച മുൻ ഹെഡ് മിസ്റ്റർ ശ്രീമതി ബ്രിജിറ്റ് മേഡം, ആശംസകളത്തിൽ സംസാരിക്കാനായി ഇവിടെ ആയിരിക്കുന്ന ബ്ലോക്ക് മെമ്പർ ശ്രീമതി അനുഷ സന്തോഷ്, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി ജയകുമാരി, YMCA പ്രതിനിധി വിനോദ് സാർ, സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ ശ്രീമതി അജിത രാജൻ മേഡം, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അജയകുമാർ, നന്ദി പ്രകാശിപ്പിക്കാൻ എവിടെയായിരിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീമതി റീന സത്യ മേഡം, മറ്റ് പ്രിയമുള്ള അധ്യാപകർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. എല്ലാ കുഞ്ഞുമക്കളും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ധന്യ നിമിഷത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം ധാരാളം കുഞ്ഞുമക്കൾ പുതിയ അധ്യയന വർഷം തുടങ്ങിയ മുതൽക്ക് നമ്മുടെ ഈ സ്കൂളിൽ പുതുതായി പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ പഠിച്ച് മറ്റുയർന്ന ക്ലാസ്സുകളിലേക്ക് പോകാനിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്. മറ്റു പല സ്കൂളുകളിൽ നിന്ന് മാറി ഈ സ്കൂളിൽ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു അധ്യയന വർഷകാലം നല്ല രീതിയിൽ പഠന പ്രവർത്തനങ്ങളായിരുന്നാലും മറ്റ് പൊതുപ്രവർത്തനങ്ങളിലെല്ലാം വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം പഠിക്കുക എന്നതാണ്. അത് വളരെയധികം മനോഹരമായി നിറവേറ്റാൻ ഓരോ മക്കൾക്കും കഴിയട്ടെ. അതിനോടൊപ്പം ഒരു നീണ്ട വേനൽക്കാല അവധി കഴിഞ്ഞിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും സ്കൂളുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളെല്ലാം ഉറങ്ങിക്കിടന്ന നിലയിലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കുഞ്ഞു മക്കളെല്ലാം സ്കൂളുകളിലേക്ക് വന്നപ്പോഴാണ് ഒരു ബഹളവും അതുപോലെ തന്നെ സ്കൂളിൽ ഒരു ഉണർവ് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ഈ ഒരു അധ്യയന വർഷം ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നൽകുന്നു. നന്ദി. ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കാനെത്തിയ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനുഷ സന്തോഷിനെ ആശംസയ്ക്കായി സ്വാഗതം ക്ഷണിക്കുന്നു. ഗവൺമെന്റ് CHS പരമയ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുഞ്ഞുമക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഇവിടെ ആയിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, PTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. വളരെ വൈകിയത് കൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ PTA പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം അത് നല്ല രീതിയിൽ പഠിക്കുവാനും അറിവ് നേടുക മാത്രമല്ല, വിവേകത്തോടെ നമ്മൾ നേടുന്ന അറിവിനെ വിവേകത്തോടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഓരോ കുഞ്ഞുമക്കൾക്കും ഈ 2024-25 അധ്യയന വർഷത്തിൽ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതുപോലെ ഈ സ്കൂളിൻ്റെ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, രക്ഷകർത്താക്കളെ, കൊച്ചുകുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏകദേശം ഒരു 2-2.5 മാസക്കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് എല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി സ്കൂളിലായിരിക്കുന്നത്. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട നിങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കൊച്ചുകുഞ്ഞുങ്ങളെല്ലാം തൊപ്പികളെല്ലാം വെച്ച് പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഇനി സ്കൂൾ വർഷം മുഴുവനും പഠിക്കുക, കളിക്കുക എന്നുള്ളതാണ്. വേറെ ചിന്തകളിലോട്ടൊന്നും പോകാതെ നല്ലവണ്ണം പഠിച്ച് നല്ല മാതൃകയുള്ള മക്കളായി വളർന്നു വരണം. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരാൻ. അങ്ങനെയുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. അത് നിങ്ങളുടെ രക്ഷകർത്താക്കൾ തന്നെ അത് മുൻകൈ എടുത്ത് ഒരു 2 മിനിറ്റ് മക്കൾ ഒരുങ്ങി നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് അയക്കുന്നത് നന്നായിരിക്കും. സ്കൂളിൽ വന്നാലും അധ്യാപകരുടെ പറയുന്നതെല്ലാം കേട്ട് നല്ല മാതൃകയുള്ള പൈസകളായി പഠിച്ച് ഉന്നതങ്ങളിലെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിനായി
നമ്മുടെ YMCA പ്രതിനിധി വിനോദ് ദാനിയൽ സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. വേദിയിൽ സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമയം ഏറെ വൈകിയിരിക്കുന്നു. അതിനാൽ തന്നെ ഒരു ദീർഘ പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുന്നു. ചില കുഞ്ഞു മക്കളാണ് ഇരിക്കുന്നത്. അവർ തന്നെ ഒരു അധിക പ്രസംഗം കേൾക്കാനുള്ള ശേഷിയിലല്ല ഇരിക്കുന്നത് എന്നറിയാം. എന്നാൽ തന്നെ ഈ സ്കൂളിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന YMCA എന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയെ കൂടെയായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ 121 വർഷമായി പ്രവർത്തനം ആരംഭിക്കുന്ന ആ YMCAയുടെ ഈ നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും പങ്ക് കൂടിയും ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്കൂളിൻ്റെ ആദ്യ സ്ഥാപനം മുതൽ ഈ സ്കൂളിൻ്റെ വ്യത്യസ്ത വികാസ ഘട്ടങ്ങളിൽ YMCA എന്ന പ്രസ്ഥാനം വളരെ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് വസ്തുത കൂടിയാണ്. ഈ സ്കൂളിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അത് അറിയാം. അതിനാൽ തന്നെ അതിൻ്റെ ഒരു പ്രതിനിധിയായി ഇവിടെ എത്തിയ ഞാൻ ആ YMCA പേരിലുള്ള ആ പ്രവേശനോത്സവ ആശംസകൾ ഈ വിദ്യാർത്ഥികൾ നൽകുകയാണ്. ഇനി കേൾക്കുന്നവരായ വിദ്യാർത്ഥികളിലുപരി ധാരാളം രക്ഷകർത്താക്കളും അധ്യാപകരും കൂടി അടങ്ങുന്നതാണ് ഈ സദസ്സ് എന്നതിന് ഒരു നിമിഷത്തുകൊണ്ട് ഞാനൊരു ചിന്ത നിങ്ങളിൽ തന്ന് ഞാനെൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അതിന് ആയി ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. എന്നെ കാണുന്ന കുട്ടികളെല്ലാവരും നിങ്ങളുടെ ചൂണ്ടുവരൽ ഇങ്ങനെ പൊക്കുക. നിങ്ങളുടെ ചൂണ്ടുവരൽ ഇങ്ങനെ പൊക്കുക. എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും, കുട്ടികളായാലും ടീച്ചേഴ്സായാലും അധ്യാപകരായാലും ഈ ചൂണ്ടുവരൽ, നിങ്ങളുടെ ഈ ചൂണ്ടുവരൽ നിങ്ങളുടെ ഈ താടിയിൽ തൊടുക. നിങ്ങളുടെ താടിയിൽ തൊടുക. ഓക്കെ, എല്ലാവരും കേൾക്കോളൂ. ഇത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഞാൻ ചിന്ത. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉയർത്തി നിങ്ങളുടെ താടിയിൽ തൊടാനായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് കാണിച്ചത് കവിളിൽ തൊട്ടാണ് കാണിച്ചത്. ഞാൻ പറഞ്ഞത് ചെയ്തില്ല, പക്ഷേ ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്തു. ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശവും. നമ്മുടെ വിദ്യാർത്ഥികൾ ഒരിക്കലും നമ്മൾ പറയുന്നതല്ല അവർ ചെയ്യുന്നത്, അവർ നമ്മൾ ചെയ്യുന്നത് പ്രാവർത്തികമാക്കുകയാണ്. അതിനാൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉത്തമ മാതൃകകളാണ് നമുക്ക് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. LP വിഭാഗം അവധിക്കാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറച്ച് വായന കുറിപ്പുകളും അതുപോലെ തന്നെ അവരുടെ മറ്റ് പ്രവർത്തനങ്ങളും ചേർന്ന് നമ്മൾ കൈയെഴുത്ത് മാസികകൾ അവിടെ നമ്മുടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികൾ കൊണ്ടുവന്ന, അപ്പോൾ അത് തയ്യാറാക്കി കൊണ്ടുവന്ന കുട്ടികൾക്കുള്ള ഒരു സ്നേഹോപഹാരമാണ് അടുത്തതായി നൽകുന്നത്. പേര് വിളിക്കുന്ന കുട്ടികൾ മുന്നോട്ട് വന്ന് വരേണ്ടതാണ്. അഭിന, 1ാം ക്ലാസ്. അഭിയ വിനോദ്, അനു SS, സിന്ധു JS, സുഹാന ഫാത്തിമ, ശ്രേയ ദേവ്, 2ാം ക്ലാസ്. ശ്രേയ ദേവ്, ദിയ, ഏവൽ അനീഷ്. അടുത്ത 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ ഉപഹാരം നൽകുന്നതിനായി ദേവന്മാരുമായിട്ട് ക്ഷണിക്കുകയാണ്. അജിന AS, അല്ലൻ സാമുവൽ, ആദിഷ്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉപഹാരം നൽകാനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ ക്ഷണിക്കുകയാണ്. ശ്രേയസ് ദേവ്, അഭിനന്ദ് SP,
അഭിനന്ദനങ്ങൾ. അടുത്തതായി ഈ പ്രവേശനോത്സവത്തിലെത്തിയ വിശിഷ്ടാതിഥികൾക്ക് നന്ദി അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ റീന സത്യൻ ടീച്ചറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടായിരത്തി 24-25 അധ്യയന വർഷത്തിൻ്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടന്നത്. അതിന് സന്നിഹിതരായ ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് ഇന്ന് നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായിട്ട് ഈ ഒരു പ്രവേശനോത്സവ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരുന്ന PTA പ്രസിഡന്റ് ശ്രീ സജുവിന് നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും നമ്മോടൊപ്പം സഹകരിച്ച ശ്രീ സജുവിന് പഴനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നന്ദി അറിയിക്കേണ്ടത് ഉദ്ഘാടന ചടങ്ങിന് എത്തിയിരുന്ന നമ്മുടെ ഡിവിഷൻ മെമ്പർ വത്സലകുമാർ സാറാണ്. സാറിൻ്റെ തിരക്കേറിയ സമയത്ത് നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു നമുക്ക് വേണ്ടുന്ന സന്ദേശം നൽകി. സാറിന് പഴനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് തിരുപുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഷീന മാഡം, പഞ്ചായത്തിലെ പല പല പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്ന ഷീന മാഡത്തിന് പഴനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പൂവർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോറൻസ് സാറിനെ നമ്മൾ ക്ഷണിച്ചിരുന്നു. സാറ് എത്താമെന്ന് അറിയിച്ചിരുന്നു. സാറിന് നന്ദി അറിയിക്കുകയാണ്. പൂവാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ലോറൻസ് സാറ് അത്തിരക്കേറിയ ജീവിതത്തിലുള്ളവരെയും നമുക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് വേണ്ടി എത്തിച്ചേർന്നു. സാറിനെ ആശംസ പ്രസംഗത്തിനായി സാധനം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിലെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഈ സ്കൂളിലെ HM, PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, 2024-25 അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിനത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രവേശനോത്സവത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം ആവോളം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഇനി നിങ്ങളോട് രണ്ട് കാര്യം മാത്രമേ ചെറുതായിട്ട് പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാലയളവാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്നത്. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് പ്രാരംഭമായി ലഭിക്കുന്ന അറിവുകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ വേണ്ടി ആവോളം ശ്രമിക്കണം. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം. അപ്പം കുഞ്ഞുനാളിൽ നമുക്ക് പഠിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. നല്ല ലക്ഷ്യത്തോടുകൂടി നാം എന്തായിത്തീരണം, ആരായിത്തീരണം, നമ്മൾ എവിടെ എത്തണം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാവണം. അതിന് പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് അതാത് ദിവസങ്ങളിലെ പാഠങ്ങളെല്ലാം ശരിയായ രീതിയിൽ പഠിച്ച് ആ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നവർ ഒരു വിഭാഗം കുഞ്ഞുങ്ങളായി നിങ്ങൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം അത് മാതൃകയാക്കി മറ്റുള്ളവർക്കും മാതൃക നൽകുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല മൂല്യമുള്ള, നല്ല ലക്ഷ്യബോധമുള്ള, മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു നല്ല വിഭാഗം കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പൂവാർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ചുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.